ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാം കഴിഞ്ഞു. അതിൻ്റെ ആൻസർ കീ നമ്മൾ റെക്ടിഫൈഡ് ആയിട്ടുള്ള ആൻസർ കീക്ക് വേണ്ടി എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പലരും വിളിക്കുമ്പം ഇനി ഒരു എക്സാം എഴുതുന്നില്ല എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ട്. പല അക്കാഡമിയിലും പോയി ഒരുപാട് പൈസകൾ കളഞ്ഞിട്ട് വന്നതാണ്, ഇനിയിപ്പം എഴുതുന്നില്ല എന്നൊക്കെ. പക്ഷേ ഹൈംസ് അക്കാഡമിയെ സംബന്ധിച്ചോളം ഹൈംസ് അക്കാഡമിയിൽ പഠിച്ച ഒരു കുട്ടികളും പേപ്പർ 1 ജനറൽ പേപ്പർ ബുദ്ധിമുട്ടാണ് എന്നൊരിക്കലും പറയില്ല. പലരുടെയും വോയിസ് ഞാൻ മുന്നേ ഇട്ടിരുന്നു. ഇനി ഈ ഒരു വീഡിയോയിലും നമ്മൾ കുട്ടികളുടെ തന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കേട്ട് നോക്കുക. നിങ്ങൾക്ക് ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ജനറൽ പേപ്പർ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ അതും ഇനി ഫീസിനെ സംബന്ധിച്ചോളം നമ്മൾ ഏറ്റവും ചെറിയൊരു ഫീസാണ് ചാർജ് ചെയ്യുന്നത്. പലരും ചോദിക്കുക എങ്ങനെ മിസ്സിന് ഇതിനുകൊണ്ട് മുതലാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ വളരെ ചെറിയൊരു ഫീസ് മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഫീസൊന്നും നമ്മൾ കൂട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ചെറിയ ഫീസിൽ ഏറ്റവും മികച്ച കോച്ചിങ് ഇന്ന് കേരളത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച നമ്മുടെ ജനറൽ പേപ്പറിൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഹൈംസ് അക്കാഡമി നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ക്ലാസ്സുകൾ മാർച്ച് 2-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കൂടുതൽ ഇൻഫർമേഷൻ അറിയാനായിട്ട് ജസ്റ്റ് നമുക്ക് വാട്സപ്പ് ചെയ്യാം. മാമിൻ്റെ ക്ലാസ്സുകൾ അത് കണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സെയിം മാം ക്ലാസ്സിൽ പറയുന്ന സെയിം എക്സാമ്പിൾസാണ് ഫുള്ള് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സും സൈക്കോളജിയും സോഷ്യോളജിയും എല്ലാം സെയിം എക്സാമ്പിൾസും സെയിം ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഈസി ആയിരുന്നു കേട്ടോ മാം. താങ്ക് യു മിസ്സേ. ഞാൻ മിസ്സിൻ്റെ ബാച്ചിൽ നന്നായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങിയത്. എന്താ പറയുക, മിസ്സിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര ഒരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ മിസ്സിരുന്ന് ചില സമയത്തെ മോട്ടിവേഷനൊക്കെ കാണുമ്പം കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ദൈവം എന്നെ മിസ്സിൻ്റെ അടുത്ത് കൊണ്ട് ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യിപ്പിച്ചതാണ് എന്നെനിക്ക് തോന്നും. കാരണം എല്ലാം ദൈവം നിങ്ങൾക്ക് ശക്തി തരും അല്ലെങ്കിൽ ബലം തരും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് മിസ്സത് പറയുമ്പം. എനിക്ക് ക്ലാസ്സുകളെല്ലാം ഞാൻ എന്താ പറയുക, ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് പോർഷൻ ഇരുന്ന് പഠിക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ രാവിലെ 5 മണിയുടെ മിസ്സിൻ്റെ ക്ലാസ്സിലൊന്നും എനിക്ക് ഞാൻ ജോയിൻ ചെയ്തിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം മാത്രമേ ഞാൻ ആ ക്ലാസ്സുകൾ കയറിയിട്ടുള്ളൂ. പക്ഷേ ആ ക്ലാസ്സുകളെല്ലാം ഞാൻ എങ്ങനെയും ഇരുന്ന് എനിക്ക് പറ്റുന്ന സമയത്തിന് ഞാൻ കേൾക്കും. അപ്പം എനിക്ക് എന്തോ ഭയങ്കര ഒരു സന്തോഷം മിസ്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പം. എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു അത്. എനിക്ക് മിസ്സിനെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. മിസ്സിൻ്റെ സ്ഥലം എവിടെയാണ്, മിസ് എവിടെയാണ് താമസിക്കുന്നത്? എനിക്കേതായാലും ഭയങ്കര സന്തോഷമുണ്ട് മിസ്സേ. എനിക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റി. താങ്ക് യു സോ മച്ച് ടീച്ചറെ. എക്സാം ഞാൻ ഒരാഴ്ച ആകെ ഈ ലാസ്റ്റിലത്തെ ഈ ഒരാഴ്ചയാണ് അല്ലോ ഞാൻ നോക്കിയത്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പോക്കും എല്ലാം കൊണ്ടും നോക്കാൻ സമയമൊന്നും കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഒരാഴ്ച മെനക്കെട്ട് നോക്കിയതിൽ ഞാനിപ്പോൾ നോക്കിയപ്പം 56 മാർക്കുണ്ട് എനിക്ക്. ബാക്കി ഒരു 5 ശരി ഉത്തരം എഴുതിയിട്ട് പിന്നെ അത് മാറ്റി തെറ്റിലോട്ട് പോയതാണ്. എന്നാലും ശരി 56 മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫുൾ ക്രെഡിറ്റ് ഞാൻ ടീച്ചറിനും ടീച്ചറിൻ്റെ ക്ലാസ്സിനുമാണ് തരുന്നത്. കാരണം കഴിഞ്ഞ വട്ടമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം ക്വസ്റ്റിന് ആകെ 2-3 ക്വസ്റ്റിനൊക്കെ എനിക്ക് അറിയത്തുള്ളായിരുന്നു. B.Edൻ്റെ ടച്ച് എല്ലാം വിട്ടു പോയതുകൊണ്ട് 2-3 എണ്ണമൊക്കെ എനിക്ക് അറിയാവുന്നതുള്ളായിരുന്നു. ബാക്കിയൊന്നും ബ്ലാങ്ക് ആയിരുന്നു. ബ്ലാങ്കിനകത്തുനിന്ന് ചുമ്മാ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കുമായിരുന്നു. പക്ഷേ ഈ വട്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പം പറ്റും. ഇനിയിപ്പം ഈ വട്ടം കിട്ടിയില്ലെങ്കിലും ശരി ടീച്ചറിൻ്റെ ക്ലാസ്സിന് അടുത്ത് തന്നെ സെറ്റ് എക്സാമിന് ടീച്ചറിൻ്റെ ക്ലാസ് നേരെ ചൊവ്വേ കണ്ടു കഴിഞ്ഞാൽ കൂളായിട്ട് ജനറൽ പേപ്പർ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇപ്പം എനിക്കുണ്ട്. ഞാൻ ആകെ ക്ലാസ് ലാസ്റ്റ് ടൈം കണ്ട ഒരാളാണ്. അത് ആ ഒരു രീതിയിൽ തന്നെ ഞാൻ പറയുകയാണ്.